ഗൈസ് വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പം ഞാനിപ്പം എറണാകുളത്താണ്. എറണാകുളം എന്തിനാ വന്നത് വെച്ചെങ്കിൽ എൻ്റെ ബേബിയുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകും, അതേപോലെ തന്നെ അങ്ങനെയുള്ള മുടി ഹെയർ കട്ടിങ് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ആ സമയത്ത് എൻ്റെ കൂടെ സഫയും ഉണ്ടാവും. വിചാരിക്കും സഫയും ഞാനും കുട്ടിയായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴൊക്കെ വിചാരിക്കും നമ്മൾ സെറ്റായി ഒന്നായി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി ഈ കാര്യം പറയണത്. നമ്മൾ ജസ്റ്റ് കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം, അല്ലാണ്ട് ഞങ്ങളൊന്നായിട്ടോ അങ്ങനത്തെ ഒരു കാര്യമില്ല. എന്താ പറയുക, ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയത് തന്നെയാണ്. ഒരിക്കലും ഞങ്ങൾ ഒന്നിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അത് സെപ്പറേറ്റഡ് തന്നെയാണ്. കുട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റെ എന്തായാലും അവൾ കുട്ടീനെ കാണിച്ചു തരില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് മറ്റുള്ളവരെ പോലെ അവൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. ഞാനത് ചോദിച്ചു, എനിക്ക് കുട്ടീൻ്റെ കൂടെ പെരുന്നാളൊന്ന് കൂടണം, കുട്ടീനൊന്ന് എനിക്ക് കാണണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് അവൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ വന്ന് നമ്മൾ ഇന്ന് കുട്ടിയുടെ കൂടെ 2 ദിവസം സ്പെൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാനിതേ ഇപ്പോൾ വന്ന് റൂം എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടീനെ കൊണ്ടുതരും. പിന്നെ അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ കുട്ടീനെ അന്ന് അവിടെ ഫ്ലാറ്റിൽ പോയി കാണാനുള്ളൊരു പ്ലാനിങ് ആണ്. ഇൻഷാ അല്ലാ നടക്കുമെന്ന് വിചാരിക്കുന്നത്. ബാക്കി നമുക്ക് നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ കാണാം. ആദ്യം നമുക്ക് കുട്ടിയുടെ, അതായത് ഇന്ന് 27-ാം തീയതി, നാളെ 28-ാം തീയതിയാണ് പെരുന്നാൾ വരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ഡ്രസ്സ് എടുക്കണം, കുട്ടിയുടെ ഹെയർ കട്ടിങ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ആദ്യം എന്തായാലും വിഷ്വലിലേക്ക് കിടക്കാം. നമുക്ക് നേരെ ഞാൻ കുളിച്ച് ഫ്രഷ് ആവണം, എന്നിട്ട് നേരെ പോയി കുട്ടീൻ്റെ ഹെയർ കട്ടിങ്, ഡ്രസ്സ് എടുക്കൽ, എനിക്ക് ഡ്രസ്സ് എടുക്കൽ, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് എന്താവും നോക്കാം, പോയിട്ട് കാണാം. ഓക്കെ. ബേബി നോക്കിനു ഇനുവിൻ്റെ ഈ മുടി നമ്മൾ മാറ്റാൻ പോവുകയാണ് അല്ലേ? നമ്മൾ ഫുള്ള് മാറ്റിയിട്ട് നോക്കാം വൈ എങ്ങനെയാവുന്നു. സ്പീക്ക് ആക്കിക്കോട്ടെ, സ്പീക്ക് ആക്കിക്കോട്ടെ. വർക്ക് ചെയ്യുന്നുണ്ടോ? പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ? കൊടുത്ത് അവിടെ ഒരു ടയറിന്റെ നല്ല സീറോ പേരെന്തായിരിക്കും? അടുത്തന്നെ അങ്ങനെ ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് എൻ്റെ മേത്തൊക്കെ ഹെയർ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ കണ്ടിന്യൂ വീഡിയോ എടുത്തിട്ടില്ല. നേരെ ഹെയർ കട്ടിങ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഡ്രസ്സ് എടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന ഡ്രസ്സ് ഷോപ്പിൻ്റെ വിഷ്വലാണ്. അങ്ങനെ കുറേ ശ്രമങ്ങൾക്ക് ശേഷം കുപ്പായെടുത്ത് ആറ്റിറ്റ്യൂഡ് പാൻറ്റ് ഇനു എൻ്റെ മോനും എടുത്ത് ഇനി മുച്ചുമണി ഇനു ഇതാ ഇവിടെ പാപ്പാക്കുതാ നോക്കിയേ. അയ്യേ നിർത്തല്ല നിർത്തിയേ.
കുടഞ്ഞ ഇനി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ആ നോക്കെ ലൈനൊക്കെ ഇട്ടിട്ടത് ഞാൻ മൂടും ഇവിടെ മൂടും എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ? കട്ടൻ അങ്ങനെ നമ്മള് പത്തല്ല കഴിച്ചില്ലോ കുട്ടി തള്ളണം കുറെ തള്ളണം. നമുക്ക് ഇങ്ങോട്ടൊക്കെ കട്ടിങ് അതിനുണ്ട്. ഗായ്സ് നമ്മളെ നമ്മൾ അടിച്ചു പൊളിച്ച് അല്ലേ ഇനു അടിച്ചു പൊളിച്ചില്ലേ നോക്കിയേ. യെസ് ഇങ്ങനെ അടിച്ച അപ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ച് മാഷാ അല്ലാ. ഇതേ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ഞാൻ ഫോട്ടോ ആണെങ്കിൽ സൈഡിൽ കൊടുക്കുക ഗൈസ്. അങ്ങനെ ഇന്നലെ ഡ്രസ്സിങ് പർച്ചേസ് ചെയ്ത് കുഞ്ഞിൻ്റെ മുടിയൊക്കെ മുറിച്ച് ഒക്കെ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ വളരെയധികം സന്തോഷമുണ്ട്. കുഞ്ഞിനെ കണ്ടതിലും പള്ളി കൂടാൻ കഴിഞ്ഞതിലും സന്തോഷം അല്ല മോനോ? ഇതൊക്കെ അപ്പോൾ ഓക്കെ ഗൈസ്, ടേക്ക് കെയർ. ബൈ പറഞ്ഞ ബൈ. Oh, Pusco. Okay. Earth baby. Earth much. Checker കൊട്ടെടുത്ത്. നാണക്കടാ. ഇങ്ങോട്ടേക്ക് നാണക്കടാ. നാണത് എന്തിനാ ഫോണ് തന്ന് ശീലിപ്പിച്ചല്ലേ ഉമ്മ?